എൻ്റെ പേര് ജെയ്സൺ. ഞാൻ ചാലക്കുടി, തൃശ്ശൂർ ജില്ല ചാലക്കുടി എന്നാണ് വരുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതാംഗമാണ്. വെളിപാട് 3:8. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ കാണുന്നു. നിൻ്റെ മുമ്പിൽ ഞാനത് തുറന്ന വാതിൽ സ്ഥാപിക്കുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറന്ന വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. നിൻ്റെ ഇത് പരിമിതമാണെന്ന് എനിക്കറിയാം. നീ എൻ്റെ വചനങ്ങൾ കാത്തു, നീ എന്നെ നിഷേധിച്ചില്ല. ഈ വചനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇത് കിട്ടിയ വചനം. ഞാൻ ഉടമ്പടി എടുക്കാൻ 2022 ആദ്യമായിട്ട് ഞാൻ ഈ ഉടമ്പടി കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ കൈവേദനയാണ്. ടെന്നീസ് എൽബോവും ഗോൾഫ് എൽബോവാണ്. ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യണു. അപ്പോൾ കൈക്ക് ഒരുപാട് വർക്കുള്ളത് കൊണ്ട് എൻ്റെ 2 കൈയും വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 3 മാസമായിട്ട് ഞാൻ പലവിധ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫിസിയോതെറാപ്പി, ഉഴിച്ചൽ, ഒറ്റമൂലി, അങ്ങനെ എല്ലാ ചികിത്സകളും നടത്തി. അങ്ങനെയാണ് കൃപാസനത്തിൽ എത്തിപ്പെട്ടത്. കൃപാസനത്തിൽ വന്നു. എൻ്റെ ജീവിത പങ്കാളി ഞാനും കൂടെ വന്നു. ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് ഉടമ്പടി എടുക്കുക എന്നുള്ളത് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിത പങ്കാളി അപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് നിയോഗം വെച്ചു. അവൾ കറക്റ്റായിട്ട് നിയോഗങ്ങൾ എഴുതി. 1 എൻ്റെ കൈവേദന മാറണം, 2 ഒരു ജീവിതമാർഗം, 3 അവൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു ജോലി. അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചു. 90 ദിവസം കൃത്യമായിട്ട് ആൾ ഉടമ്പടി 100% 110% ആൾ പാലിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അവളുടെ എല്ലാ നിയോഗങ്ങളും ഒന്നൊന്നായിട്ട് നടന്നു കിട്ടി. അത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ കൈവേദന മാറി, ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി. അവൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. വലിയ കുഴപ്പമില്ലാത്ത നല്ല കച്ചവടം, എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ഹാപ്പിയായിട്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പഴയ സന്തോഷം എല്ലാം കടന്നു വന്നു. പക്ഷേ ഇതെല്ലാം വന്നെങ്കിലും എനിക്ക് പണ്ടത്തെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടായില്ല. ഞാനങ്ങനെ പള്ളിയോ പ്രാർത്ഥനയായിട്ടൊന്നും വലിയ ബന്ധമില്ല. എല്ലാവരും പള്ളിയിൽ പോണ പോലെ ഞാനും പോവും. അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥനയുടെയോ പള്ളിയുടെയോ എനിക്കുണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയും ഞാനും പിള്ളേരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയി. എറണാകുളത്തേക്കാണ് പോയത്. ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഉടമ്പടിക്ക് ആശീർവാദം നഷ്ടപ്പെട്ടു. ഉടമ്പടിക്ക് ആശീർവാദം നഷ്ടപ്പെടാന്ന് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് അവൾ അറിയണത്. എത്ര നേരം വൈകിയാലും വീട്ടിലെന്തൊക്കെ ആഘോഷങ്ങളുണ്ടായാലും ആൾ ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ ഒരു മുടക്കവും വരുത്തില്ല. അത് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ അത്രയും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു 11:30 രാത്രി, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്, വെള്ളിക്കുളങ്ങര എന്ന് പറയും. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഉടമ്പടി കാശുരൂപം ആളുടെ മിസ്സിങ് ആണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് പ്രയർ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് രാവിലെ നോക്കാം, ഇത്രയും രാത്രിയായിട്ട് ഇനി അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പെട്ടെന്ന് ആളുടെ മുഖമൊക്കെ ആകെ മാറി, കരച്ചിലും ബഹളവും ആകെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അത്രയും സീരിയസ് ആയിട്ട് ആളെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ചാലക്കുടി വരെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ ആ രാത്രി വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിലൊക്കെ നോക്കി, ഞങ്ങൾക്ക് കാശിരവം കിട്ടിയില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളോട് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടില്ല. ആൾ എന്ത് ചെയ്താൽ രാത്രി കിടന്നുറങ്ങില്ല, ഭയങ്കര കരച്ചിൽ തന്നെ, വേറെ ഇതൊന്നുമില്ല. ആളുടെ മുഖഭാവമൊക്കെ മാറി, ആ കരച്ചിലും ഭയങ്കര വിഷമം. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് എറണാകുളം സുഭാഷ് പാർക്കിലാണ് ഞങ്ങളന്ന് പിള്ളേരായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത്. അവിടെ വെളുപ്പിന് 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ചാലക്കുടി പാർക്കിലെത്തി. അവിടെ വന്ന് ഞങ്ങളവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒരു ലോക്കറ്റ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 6 മണിയാകുമ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസർ വരും, അവർ വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. 6 മണിയായപ്പോൾ അവരുടെ ക്ലീനിങ് സൂപ്പർവൈസർ വന്നു. അതൊരു മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അങ്ങനെ ഒരു ലോക്കറ്റ് പോയിട്ടുണ്ട്, ഇന്ന ഭാഗത്താണ് പോയിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരും വന്ന് സഹായിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര പവനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പവനൊന്നല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കറ്റാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇത്രപ്പെടുത്ത് വഴി വന്നത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ തനിയൊരു ഭ്രാന്തത്തിയുടെ പോലെയാണ്. ആകെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഇവള് വിതുമ്പിയിട്ടാണ് പറയുന്നത്. ഒരു വീട്ടിൽ ഒരു മരണപ്പെട്ട എങ്ങനെയാണ് വിതുമ്പിയിട്ട് വാക്കുകൾ പറയുമോ അതേപോലെ ഇതാണ് ഇവളുടെ ഉടമ്പടി ലോക്കറ്റ് കാണാനില്ല എന്ന് ഇവരോട് വിവരിക്കണേ. ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് അവിടെ ചുറ്റുണ്ടായിരുന്ന ഈ ക്ലീനിങ്ങിലുള്ള ചേച്ചിമാരെല്ലാവരും വന്ന് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ആലപ്പുഴയിൽ ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടക്കണ ആശീർവാണോ, ഈ കാശുരൂപത്തിന് എന്തത്ര പ്രത്യേകത? അപ്പോൾ ഞാൻ പറഞ്ഞു കാശ് കൊടുത്താൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ഇവിടെ വന്ന് തിരയണേ. അപ്പോൾ അവർ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു, എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടിയില്ല. ആ സമയത്ത് ഇവൾക്കത് കാശുരൂപം കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഞാനിവിടെ ആലപ്പുഴ വന്നു, ഞങ്ങൾ ബൈക്കുമേർന്നു. അവിടെ നിന്ന് വീണ്ടും എറണാകുളത്ത് നിന്ന്
ചാലക്കുടിയിൽ നിന്ന് എറണാകുളം പോയി, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വന്ന് ഇവിടെ വന്ന് അന്ന് ലെറ്റർ എഴുതി കൊടുത്താൽ ഇവിടുന്ന് കാശ് രൂപം കിട്ടുമായിരുന്നു. പക്ഷേ ആ കാശ് രൂപമല്ല, വേറൊരു കാശ് രൂപമാണ്. അത് ഇന്നും പൊന്നു പോലെ വൈഫ് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കാശ് രൂപം നഷ്ടപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഭയങ്കര കടയിൽ നല്ല കച്ചവടം പൊടിക്കണ്. ഞാനൊരു ഷെഫായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ഞായറാഴ്ച നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് ചിമ്മിണി ഡാമാണ്, ടൂറിസ്റ്റ് മേഖലയാണ്. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, ഔസപിതാവിൻ്റെ പള്ളിയുണ്ട്. ഞായറാഴ്ച വളരെ നല്ല കുർബാനയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ പള്ളിയിൽ പോകാറില്ല, കാരണം എനിക്ക് കച്ചവടമായിരുന്നു വലുത്. മാതാവ് കാലിലിടാൻ തന്ന ചെരുപ്പ് ഞാനത് തലയിൽ വെച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്കിത് ദൈവകൃപയാലാണ് ഇതെല്ലാം കിട്ടുന്നെന്നുള്ളത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായില്ല. ഇതെല്ലാം എൻ്റെ കഴിവിൽ ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഈ ദൈവം തന്ന സൗഖ്യമോ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല. അച്ഛൻ ഇവിടെ പറയാറുള്ള പോലെ ഒന്നാമത്തെ ഉടമ്പടിയിലെല്ലാം കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അന്ന് തൊട്ട് ആരംഭിച്ചു. ജീവിത പങ്കാളിയുടെ എല്ലാ പേപ്പർ വർക്കുകളും അവിടെ പെൻഡിങ്ങായി. അവൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് നിന്നായിരുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് സർട്ടിഫിക്കറ്റുകൾ ഇവിടുന്ന് DOV ശരിയാക്കി ഇറ്റലിയിലേക്ക് അയച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾക്ക് തിരിച്ചു വന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. പക്ഷേ അവളുടെ ബാക്കിൽ കൊടുത്ത എല്ലാവരും അവിടെ എത്തിച്ചു, അവർക്ക് മാത്രം പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കച്ചവടം നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കോപം ഭയങ്കര ദേഷ്യക്കാരനാണ്. ദേഷ്യക്കാരനെന്ന് വെച്ചാൽ അതേപോലെയായിരുന്നു. ഞാൻ പെട്ടെന്ന് നമ്മൾ തെറിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ പോലെയുള്ള ഒരു അവസ്ഥയിലാണ്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനെയും എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കായിരുന്നു. അങ്ങനെ ആരും പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് എനിക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിത പങ്കാളി ഞാനും തമ്മിൽ സ്വരച്ചേർച്ചയായി. ഞങ്ങൾ തമ്മിൽ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങളുണ്ടാവുള്ളൂ, പക്ഷേ ഒരിക്കലും മനസ്സിലാവില്ല. സമാധാനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിപ്പോയി. എല്ലാം ഉണ്ട്, സാമ്പത്തികം കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ലാത്തൊരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഹോട്ടൽ മാതാവ് തന്നതായതുകൊണ്ട് മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ ഒരു സ്റ്റാച്ചു നമ്മുടെ അവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നീ കൃപാസനത്തിൽ പോകാറുണ്ടോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുത്തേക്കണത്. ഞാനപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിൻ്റെ കാര്യത്തിന് നീയായിരുന്നു ഉടമ്പടി എടുക്കേണ്ടത്, ഒരിക്കലും ജീവിത പങ്കാളി എല്ലാവർക്കും ഉടമ്പടി എടുക്കണ്ടേ. അപ്പോൾ ഞാനങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഈ 5:30 എഴുന്നേൽക്കുക, പള്ളിയിൽ പോവുക. ഞാൻ എൻ്റെ മുഴുവൻ കുർബാന ഞാൻ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് 5 പള്ളിയുണ്ട് തൊട്ട് മിനിറ്റത്. പക്ഷേ അച്ഛൻ പള്ളിയിൽ കയറുന്നതും അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ എല്ലാ കുർബാനയ്ക്കും പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയിൽ എത്താറുള്ളൂ. അച്ഛൻ ആൾക്കാരെ വിട്ടു പോകുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെത്തായിരുന്നു. എനിക്ക് അതേപോലെ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന ഞാൻ എപ്പോഴും കട്ട് ഓഫ് അടിക്കായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 3 നർമ്മം നിറഞ്ഞെന്ന് പറയുമ്പോൾ എത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് മതി, പിതാവിനും പുത്രനും എത്തിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. എന്താ പ്രാർത്ഥിക്കണേന്നോ എങ്ങനെയാണ് പ്രാർത്ഥിക്കണേന്നോ എനിക്ക് വലിയൊരു ഉപഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം അല്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഞാൻ തലയിട്ട് നോക്കാറുമില്ല. മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായില്ല. അങ്ങനൊരു നമ്മുടെ ജീവിതം നമ്മുടെ കാര്യങ്ങളൊന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചും ഈ ഉടമ്പടിയിലത്തുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, കുർബാനയ്ക്ക് പോവുക, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. എന്നാലും ഞാൻ 2 ദിവസം ഇവൾ പറഞ്ഞ കാര്യം ആലോചിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാൻ കൃപാസനത്തേക്ക് പോകാം. അപ്പോൾ അവൾ പറഞ്ഞു, ആർക്കാണ്, ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത പണി മേടിക്കരുത്. നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുള്ള പോലെ കൃപാസനത്തിൽ വന്നിട്ട് പണി മേടിക്കേണ്ട, ഉള്ള പണി മര്യാദയ്ക്ക് കൊണ്ട് നടന്നാൽ പോരെ എന്നുള്ള പറയുന്ന പോലെ എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാനത് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും, എന്തായാലും പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആൾ വന്നു. ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റത്തെ നിയോഗം ഈ 90 ദിവസം എനിക്ക് ഉടമ്പടി ചെയ്യാൻ മാതാവ് എന്നെ സഹായിക്കണം.
അപ്പോൾ ഞാൻ 90 ദിവസം അങ്ങനെ ആദ്യത്തെ ഉടമ്പടി അത് ചെയ്തു. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതാനുണ്ടായില്ല. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോണ കാരണം കൊണ്ട്, വലിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സമാധാനമല്ല, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളും, മൊത്തത്തിലൊരു സമാധാനമില്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എഴുതാൻ നിന്നില്ല. അപ്പോൾ ഇത് പിന്നെ നമുക്ക് കിട്ടുമോ, 90 ദിവസം പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിലല്ലേ മറ്റുള്ള കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ 5ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 2-4 ദിവസം ഞാൻ ട്രെയിൻ യാത്ര ചെയ്തതല്ലാതെ ഒരു ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. ഞാൻ ബോംബെയിലായാലും ബാംഗ്ലൂരായാലും ഈ 2 സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ വിശുദ്ധ കുർബാന ദൈവം ഒരുക്കിയിട്ടുണ്ടായി. അതേപോലെ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അന്ന് തന്നെ എനിക്ക് വിശുദ്ധ കുർബാന 2 വട്ടം എനിക്ക് കിട്ടിയായിരുന്നു. ഈ 4 ദിവസത്തിൽ ഒഴിച്ച് ഒറ്റ വിശുദ്ധ കുർബാന മുഴുവൻ ബലി എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്ക് ഒരിക്കലും ഞാനാലെ സാക്ഷ്യം പെടുത്താൻ പറ്റണതല്ല. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ റീൽസുകൾ മാത്രമേ കാണാറുള്ളൂ. അതേപോലെ നമ്മൾ സിനിമയുടെ കട്ടിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ബാക്കി ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങളോ ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഫേസ്ബുക്കിൽ കാണാറില്ല, യൂട്യൂബിലും കാണാറില്ല. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് അന്ന് വൈകിട്ട് എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ പേജുകളും അൺലൈക്ക് ചെയ്തു. യൂട്യൂബിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ നമ്മൾ അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ഇൻട്രസ്റ്റഡ് ആക്കി. പിന്നെ ഇൻട്രസ്റ്റഡ് ആക്കിയ കാര്യങ്ങൾ നമ്മുടെ ഈ കൃപാസനം തുടങ്ങിയ അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ക്ലാസ്സുകളും, അച്ഛൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകൾ വരെ, അതേപോലെ നമ്മുടെ ഇവിടുത്തെ ബ്രദറിൻ്റെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഞാൻ സ്വന്തമായിട്ട് ഹോട്ടലായ കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഫുൾ ടൈം അത് കാണാൻ പറ്റി. വിശുദ്ധ കുർബാന എന്താണെന്നും ഒരു കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നും ഒരു കൊന്ത എങ്ങനെയാണെന്നും ഒരു കൊന്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വചനം എങ്ങനെയാണ് ഇപ്പോൾ ഉരുവിടണമെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇത്രയും 37 വർഷമായി, എനിക്ക് 38 വയസ്സായി, 37 വർഷം വരെ ഞാൻ ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരു കൊച്ചിൻ്റെ അടുത്ത് ഈശോ പറഞ്ഞു കൊടുക്കണ പോലെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കണ പോലെ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നായിട്ട് പഠിച്ചു. ഒരു കൊന്തെത്തിക്കാനും ഒരു വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചെല്ലാനും. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയല്ല, വിശ്വാസ പ്രമാണം ഭക്തിയോടെ കൂടെ അച്ഛൻ മാതാവിൻ്റെ ചവിട്ടിലാണ് നമ്മുടെ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ ആ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായും ചൊല്ലാൻ ഞാൻ പഠിച്ചു. ഇത്രയും 37 വർഷം ഞാൻ ചൊല്ലിയ പ്രാർത്ഥനകളൊക്കെ വെറുതെ ആയിരുന്നു. അതുവരെ ഞാൻ ചൊല്ലിയത് വെറുതെ വായിക്ക് എക്സസൈസ് ആയിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ചൊല്ലിയായിരുന്നതെന്നൊന്നും. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഞാൻ ചൊല്ലിയ ഓരോ പ്രാർത്ഥനയ്ക്കും എനിക്ക് വ്യക്തമായ അനുഭവം ഉണ്ടായിരുന്നു. ഓരോ പിതാവിൻ്റെ പുത്രന് പോലും എനിക്ക് എനിക്ക് കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റണ പോലെയുള്ള മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മളതൊരു കഥയായിട്ട് തോന്നുമായിരുന്നു. എനിക്ക് അത് നേരിട്ട് വ്യക്തമാവാൻ പറ്റി. ബൈബിൾ വാചനയിലൂടെ ബൈബിൾ വചനം നമ്മളെ കൊണ്ടു നടക്കുന്നു പറഞ്ഞ പോലെയാണ്. ഞാൻ ഈ വെളിപാട് 3:8 പറഞ്ഞത് നിങ്ങളതൊന്ന് വായിച്ച് നോക്ക്. ഒരു 5 മിനിറ്റ് 5 പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അതിനുള്ള കറക്റ്റ് ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അത് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. ഇത് ഈ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ കൂടെ എന്നെ മറ്റുള്ളവർ ഒരുപാട് കാണുമെന്ന്. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്ന എന്നെ ഈ ഉടമ്പടിയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തി, ജയ്സ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകോളോ പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചോളൂ. ഞാൻ മുന്നേ ബൈക്കുമേ വന്നിരുന്നത്, പിന്നെ കാറിലായി. നാളെ ഇപ്പോൾ ഞായറാഴ്ച 19 പേരടങ്ങുന്ന ട്രാവലറാണ് ഇങ്ങോട്ട് വരുന്ന കൃപാസനത്തിലേക്ക്. അങ്ങനെ മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ അനിയന്മാർ, എൻ്റെ അമ്മയുടെ വീട്ടുകാർ, അപ്പൻ്റെ വീട്ടുകാർ, എല്ലാ മക്കളെയും, എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തിനെയും, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെ വീതം ചേട്ടനനിയനെയൊക്കെ ആയിട്ട് ഈ കൃപാസനത്തിൽ വന്ന് അവരെ ഉടമ്പടി ഇടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് വേറെ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് ഒരു സാക്ഷ്യം വിവരണത്തിനും കാര്യം ഉണ്ടായില്ല. അവർക്ക് നേരായ എൻ്റെ ജീവിതമായിരുന്നു സാക്ഷ്യം. ഞാൻ എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതെനിക്ക് കിട്ടിയ കുറേ വലിയ സൗഭാഗ്യങ്ങളോ ഇതൊന്നുമല്ലായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ പോകുന്ന പള്ളിയിലുള്ള കുർബാനയുടെ ഭക്തി, അതാണ് അവരെ മാറ്റിയത്. ഞാൻ എപ്പോഴും അവരെ ചീത്തയും തെറിയും പറഞ്ഞുകൊണ്ടിരുന്ന നാവ് കൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കാനും
അവരിവിടെ കൊണ്ടുവരാനും എനിക്ക് ദൈവം ഇടവരുത്തി. അതേപോലെ എൻ്റെ ഒരു ബന്ധു 2.5 കൊല്ലമായിട്ട് അവർ പിയർത്തിരിഞ്ഞ് താമസിക്കായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് മാതാവ് എന്നിലൂടെ ഇടപെട്ടു. അവിടെ നമ്മുടെ ഇടവക വൈദികരും മറ്റുള്ളവരെല്ലാം പരിശ്രമിച്ചിട്ടും പഞ്ചായത്ത് അങ്ങനെയുള്ള പോലീസ് എല്ലാവരും പരിശ്രമിച്ചിട്ടും ജീവിത പങ്കാളിനെ വീട്ടിൽ കയറ്റാൻ ഒരു കാരണവശാലും ആൾ സമ്മതിക്കില്ല. അത് ആൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആൾ കൊല്ലുമെന്നാണ് പറഞ്ഞേക്കണേ. അതിനകത്ത് വേറെ ഒരു മാർഗം ആൾക്കില്ല. അപ്പോൾ ജീവിത പങ്കാളി 2 വർഷമായിട്ട് ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ മരുമോൻ്റെ വീട്ടിലും ആളുടെ വീട്ടിലും ഈ കാഴ്ചപ്പാടിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും? നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എത്രയോ വേദന നിറഞ്ഞതായിരിക്കണം ആ ജീവിതം. വളരെ ഒന്നോരം ആൾക്കാരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളും കേൾക്കണം. അങ്ങനെയുള്ളൊരു സമയത്ത് ആത്മഹത്യയാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുമോ, പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആൾ മാത്രം അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ആൾ കടിച്ചു തൂങ്ങി നിന്നു. പ്രാർത്ഥനയുടെ ശക്തിയായിരിക്കണം. അങ്ങനെ ഞാനായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു, ആൻറ്റി ധൈര്യമായിട്ട് കൃപാസനത്തിൽ വാ, ഒരു ഉടമ്പടി എടുക്ക്, നമുക്ക് എല്ലാം ശരിയാവും, മാതാവ് നോക്കിക്കോളും. അങ്ങനെ ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മാതാവ് കൃപ കൊടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരു 10-25 ദിവസം കഴിഞ്ഞു. ഒരു 7-7:30 സമയം വൈകുന്നേരത്തിൽ എനിക്ക് അതിശക്തമായിട്ടുള്ള പ്രചോദനം. നമ്മളിവിടെ ബ്രദർമാരും അച്ഛന്മാരൊക്കെ പറയണ പോലെ, നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയണ പോലെ, ഇന്ന ആളുടെ വീട്ടിലേക്ക് നീയായി പോയി സംസാരിക്കുക എന്ന് പറയണ പോലെ എനിക്ക് അതിശക്തമായിട്ടുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ തോന്നലാണോ എന്ന് അറിയാനായിട്ട് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അവൾ പറഞ്ഞു ജയിച്ചേട്ടൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് എന്തിട്ടാന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ ഡ്യൂട്ടിക്ക് പോയി. ഞാനപ്പോൾ ഇവിടെ നമ്മുടെ വിജയകുമാർ സാറ് പറയായിരുന്നു, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി കണ്ണടച്ച് നമ്മൾ ഒരു ബൈബിൾ വാക്യത്തുമ്പോൾ തൊടുക, അതായിരിക്കും അതിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരമെന്ന്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു, പ്രാർത്ഥിച്ചു തുറന്നതു എലിസബത്തിനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്ന രംഗമാണ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് എൻ്റെ തോന്നലല്ല, ഇതിൻ്റെ ബാക്കിൽ പരിശുദ്ധ അമ്മയുടെ എന്തോ ഒരു പ്രവൃത്തി നടക്കാനുണ്ട്. ഞാൻ എൻ്റെ കാറെടുത്തു, വീട്ടിൽ നിന്ന് പോയി 7:30-8 മണി അരമണിക്കൂർ ട്രാവൽ ചെയ്തു. അവരുടെ വീട്ടിലെത്തി. ആൾ കിടന്നുറങ്ങായിരുന്നു. ഞാൻ വിളിച്ചു. ആൾ ഒരു പ്രാന്തൻ്റെ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ജീവിത പങ്കാളിയില്ല. അവരെ ഒന്നിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ പിരിയാത്ത ബന്ധം പോലെ ജീവിച്ച ആളാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല. ആർക്കും ഇടപെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നു, ആളുടെ അടുത്ത് സംസാരിച്ചു. ആളുടെ അടുത്ത് എന്ത് സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് നേരെ ഇവരുടെ വീട്ടിൽ ചെന്നു. അവർ വളരെ ആശ്ചര്യത്തോടു കൂടി വാതിൽ തുറന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആളെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിക്കണ്, ആൻറ്റി ധൈര്യമായിട്ട് ആളോട് പൊക്കോ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അവരുടെ മരുമോളും മോനും എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ റിസ്ക് എടുക്കരുത്, അപ്പൻ അമ്മേനെ കൊല്ലും, ഒരു കാരണവശാലും വിടാൻ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ 2 പേരക്കുട്ടികളും വട്ടം പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആൻറ്റി വണ്ടിയിൽ കയറിക്കോ, അത് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത വിശ്വാസത്തിൻ്റെ പുറത്തും ആളുടെ ബോധ്യത്തിൻ്റെ പുറത്തും ആൾ കയറി. അന്ന് തൊട്ട് ഇന്ന് വരെ അവരൊരു കുഴപ്പമില്ലാണ്ട് ജീവിക്കണ്. ഈ ഞായറാഴ്ച അവരിവിടെ സാക്ഷ്യം പറയാൻ വരുന്നു. അതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒറ്റ ഞായറാഴ്ച ഞാൻ എൻ്റെ ഹോട്ടൽ പ്രവർത്തിച്ചിട്ടില്ല. അവിടെയുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു എനിക്ക് പ്രാന്താണോ, ഈ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം ആരെങ്കിലും കട അടച്ചിടുമെന്ന്. ഞാനപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ ഞായറാഴ്ച തുറന്നിട്ടില്ല. അങ്ങനെ ഞാൻ കൊടുക്കാൻ തീരുമാനമാക്കി. കാരണം നമുക്ക് പറ്റണില്ല എന്ന് മനസ്സിലായി. നമ്മുടെ ഇവിടെ അഖണ്ഡ ജപമാല റാലിയുടെ അന്ന് ഇവിടുന്ന് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു നിൻ്റെ ഹോട്ടലിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോട്ടലിൽ ഞാൻ കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 വിസ വെച്ചു യൂറോപ്പിലേക്ക് പോകാനായിട്ട്. എൻ്റെ ജീവിത പങ്കാളി നേഴ്സാണ്, ഞാൻ ഷെഫാണ്. അപ്പോൾ ഞങ്ങളുടെ കാറ്റഗറിയിൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ഷങ്കം വിസയാണ് വെച്ചത്. നിങ്ങൾക്കറിയാം ഷങ്കം വിസ എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിയേറ്റഡ് ഡോക്യുമെൻ്റാണ്. നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി അവിടെ ചെന്ന് ആ രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് കടന്ന് അവിടെ ജോലി ചെയ്യുകയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് വിസയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും ഫേക്കാണ്. നമുക്കില്ലാത്ത ജോലി, ഇല്ലാത്ത ബാങ്ക്, ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നിട്ടാണ് നമുക്ക് ജോലി ശരിയാക്കി തരുമോ. എന്നാലും ഞാൻ 2 കൽപ്പിച്ച് ഉടമ്പടിയിലാണ്. അപ്പോൾ ഷങ്കം വിസ വന്നു വെച്ചു. 2 റിജക്ഷനായി.
അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. കാരണം നമ്മൾ കള്ളം പറയരുത് എന്ന് പറയുന്ന നമ്മുടെ പ്രമാണങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിക്കണ എല്ലാ ഡോക്യുമെൻറ്റ്സും കള്ളാണ്. അപ്പോൾ ഞാനത് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിന് കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷനും പറ്റിയ ഒരു കോഴ്സ് അല്ലെങ്കിൽ എനിക്ക് ജോലി റെഡിയാക്കി തരണമെന്ന്. അങ്ങനെ എനിക്ക് ഒരു ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞു. അതും വളരെ യാദൃച്ഛികമായിട്ടാണ്, ഒരുപാട് നേരം ആയതുകൊണ്ട് ഞാനത് പറയണില്ല കണ്ടമാനം. അങ്ങനെ ജോലി കിട്ടി. നമ്മുടെ തിങ്കളാഴ്ച രാവിലെ 5:30 ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ പ്രത്യേകം അച്ഛൻ നോട്ട് ചെയ്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞായിരുന്നു, രാത്രി കിടന്നുറങ്ങിയപ്പോൾ രാവിലെ 5:30 എനിക്ക് അച്ഛൻ്റെ നിയോഗ ക്ലാസ് കൂടിയിട്ട് വേണം എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് പോകാനെന്ന് നിയോഗം വെച്ചിട്ടുള്ള എല്ലാവരെയും ദൈവം അതിശക്തമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ബ്ലെസ് ചെയ്തു. അന്നത്തെ ദിവസം 10:30 എനിക്ക് ഡൽഹിയിൽ ഇൻ്റർവ്യൂ ആയിരുന്നു. എൻ്റെ മുന്നിൽ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം 9 പേരുടെ അവർ സ്പോട്ടിൽ റിജക്ഷൻ അടിച്ചു. VFS അല്ല, എംബസിയാണ്. എംബസി ഇൻ്റർവ്യൂ ആണ്. നേരെ നമ്മുടെ ഗ്രീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് നമ്മളിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കറപ്ഷൻ തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ അവർ പാസ്പോർട്ട് റിജക്ഷൻ ആക്കും. ഞാൻ അരമണിക്കൂർ എന്നെ ഇൻ്റർവ്യൂ നടത്തി. ഒരു വാക്കിലോ ഒരു ഇതിലോ എൻ്റെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്കോ സംഭവിക്കാണ്ട് അരമണിക്കൂർ അവർ ചോദിച്ചത് മറിച്ചും തിരിച്ചും ചോദിച്ചിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. പ്രത്യേകിച്ച് മറ്റുള്ള ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷുകാർ സാധാരണ സംസാരിക്കുന്ന പോലെയല്ല മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത്രയും ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അരമണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹം. പ്രത്യേകിച്ച് മാതാവും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങുമാണ് അതിനകത്ത് ഏറ്റവും കൂടുതലുണ്ടായത്. അപ്പോൾ അങ്ങനെ എനിക്കത് ജോലി കിട്ടി. ഞാൻ ഇന്നലെ രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. ഇന്നലെ രാവിലെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു. ഇന്നലെ 3 മണിയായപ്പോൾ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നു. വിസ അടിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയ്ക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് പോകാൻ പറ്റും. എൻ്റെ പ്രൊഫഷൻ അതായത് ഷെഫായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല ശമ്പളം, 1 ഇയറിലെ ടിക്കറ്റാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. അതായത് ഞാൻ ഒരിക്കലും തേടി പിടിച്ചാൽ കിട്ടാത്തൊരു ജോലി യൂറോപ്പിലേക്ക് ദൈവം എൻ്റെ കയ്യിലേക്ക് ഉള്ളം കയ്യിൽ വെച്ച് തന്നു. വെളിപാട് 3:8 പറയണത്, എൻ്റെ പരിമിതി ദൈവത്തിനറിയാം, പക്ഷേ ഞാൻ വചനം കാത്തതുകൊണ്ടും ദൈവത്തിനെ നിഷേധിക്കാത്തത് കാരണം കൊണ്ടും ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ എൻ്റെ നേരെ ദൈവം തുറന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ജീവിത പങ്കാളിയുടെ നിന്ന ആ ഹോസ്പിറ്റലിലേക്ക് ഇനി ചെല്ലണ്ടെന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും വിളിച്ചു. അവൾക്ക് പോകാനുള്ളത് എത്രയും പെട്ടെന്ന് റെഡിയാവും, എല്ലാ കാര്യങ്ങളും വീണ്ടും പ്രോസസ്സിങ്ങിലായിട്ടുണ്ട്. വീണ്ടും അവർ വിളിച്ചു. എല്ലാം അവസാനിപ്പിച്ചു കൊടുത്തുനിന്ന് വീണ്ടും ദൈവം തുടങ്ങി. അവൾ ഇത്രയും വൈകിപ്പിച്ചത് എൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ്. നിങ്ങളോട് എളിയ അഭ്യർത്ഥന എനിക്കുള്ളത്, എൻ്റെ ഈ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പേരെ ഇനിയും കൃപാസനത്തിലേക്കും മറ്റുള്ളവർക്കും കൊണ്ടുവരാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു മുന്നറിയിപ്പും കൂടിയാണ് ഞാൻ. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് കിട്ടണ നിങ്ങളുടെ നിയോഗങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാണ്, ഇത് ഒരു ജീവിതാനുഭവമാണ്, അല്ലാണ്ട് വേറെ മറ്റുള്ളവരുടെ കഥയോ അതൊന്നുമല്ല. ചങ്കിൽ തൊട്ടിട്ടുള്ള സത്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. എൻ്റെ ഒരു അനുഭവം. ഇനി ഞാൻ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ വല്ല മദ്യപാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അടിമപ്പെട്ടു പോയാനെ. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വരാനൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഒരു കുടുംബം നശിക്കാൻ ഈ ഒറ്റൊരു കാരണം മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി വെള്ളം ചേർക്കാണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ള 100% ഉറപ്പാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്റ്റാഫിനെ ഞാൻ തെറി പറഞ്ഞായിരുന്നു, മല്ലന്നുണി ചീത്ത വിളിച്ചായിരുന്നു. എല്ലാ സ്റ്റാഫും ഇപ്പോൾ ഇവിടെ ഉടമ്പടിയിലാണ്. 3ഉം 2ഉം പുതുക്കിയവരുണ്ട്. അതിനകത്ത് പള്ളിയിൽ പോകാൻ എന്നെ പോലെ തന്നെ മടിയുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഉടമ്പടി എടുത്തപ്പേനെ അവർക്ക് ഗൾഫിൽ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കടം മാറാനോ ബാധ്യതകളോ ഒന്നുമില്ല. അവർ പറയും, ചേട്ടാ ഉടമ്പടി എടുത്തപ്പേനെ വീട്ടിൽ ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ മുന്നേ ദേടാ ചോറ് വേണമെങ്കിൽ തന്നോന്ന് പറയണം, അമ്മ ഇപ്പോൾ വാമോനെ ചോറുണ്ടോ എന്ന് പറയണമെന്ന് പറയും. അത്രയും പിള്ളേരുകൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റായി. എൻ്റെ ജീവിതം അവർക്ക് മാതൃകയാകാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും. അതേപോലെ കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്താൽ മടുക്കണില്ല. ഇപ്പോൾ മുന്നേ എൻ്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇന്നത് എൻ്റെ മുമ്പിൽ വരണ ഒരുപാട് പേർക്ക് ജാതി മതമോ അവരുടെ വസ്ത്രമോ ഇതൊന്നും കണ്ടിട്ടല്ല, എല്ലാവർക്കും
എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളും ഞാൻ അന്വേഷിച്ച് തേടി പിടിച്ച്, നമ്മൾ പറയാം ബൈക്ക് ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് പല വീടുകളിലും ഇപ്പോഴും കിടക്കണ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ അതിശയപ്പെട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചേട്ടാ അറിഞ്ഞേ? അപ്പോൾ ഞാൻ പറയും അത്, അപ്പോൾ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ കാണാം ഒരുവിധം വീടുകളിലൊക്കെ കൃപാസനത്തിൻ്റെ പത്രവും കൃപാസന മാതാവും ഉണ്ടാവും. ഞാൻ പറയും, ചേച്ചി ഞാനിവിടെ വന്നതിന് പ്രത്യേകിച്ചൊരു കാരണമില്ല, ആ ഇരിക്കണ മാതാവാണ് കാരണം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒരു തുക ഞാൻ അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ ദൈവം പ്രകാശമാവണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കണ്ണിൽ. ഭക്ഷണം കൊടുത്ത് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈയെടുത്ത് അവർ കൈകൂപ്പി അനുഗ്രഹിക്കണതും നമുക്ക് വേണ്ടി അവർ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കണതും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കണേനെ ദൈവം അതിൻ്റെ ഇരട്ടി തിരിച്ചു തരുമെന്ന് പറയണത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുന്നേ ഈ കണ്ട കാലം മൊത്തം ഞാൻ ജീവിച്ചിട്ടും 37 കൊല്ലം ഞാൻ ജീവിച്ചിട്ടും അച്ഛൻ പറയാറുള്ള പോലെ 38 വർഷത്തെ അച്ഛൻ്റെ പൗരോഹിത്യം പോലെ ഈ 37 കൊല്ലം ജീവിച്ചിട്ടും കിട്ടാത്ത ഒരു അനുഭവം. ഞാൻ 2500 രൂപ വരെ ഒരു ദിവസം നാട്ടിൽ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം 2500 രൂപ ഒരു നാട്ടിൽ ശമ്പളം മേടിക്കണേ എത്ര രൂപയുടെ നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതിലൊന്നും കിട്ടാത്തൊരു ആനന്ദം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊന്നും ഒരു പാഴ്വാക്കല്ല. ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചുക്കുമില്ല. ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തിപ്പെട്ടു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇപ്പോൾ ജോലി കിട്ടിയതും ഇതൊക്കെ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഭൗതിക കാര്യങ്ങൾ പറയുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. അത് ആത്മീയമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവകൃപ തന്നെ വേണം. അത് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. അത് നിങ്ങളെക്കാട്ടും മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ. മറ്റുള്ളവർ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്, അച്ഛന്മാരെ സിസ്റ്റർമാരെ. ഇപ്പം ഞാൻ ഓരോ അച്ഛന്മാരെ കാണുമ്പോൾ ഓരോ സിസ്റ്റർമാരെ കാണുമ്പോൾ അവർ ജീവിക്കണ ഇതിനവരെ സ്തുതിക്കാറുണ്ട്. ഓരോ സിസ്റ്റർമാരെയും അവർ എങ്ങനെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷേ ആ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഇന്നെനിക്ക് അവരോട് കാണുന്ന ഒരു ബഹുമാനം ദൈവത്തെ കാണുന്ന തുല്യമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ജെയ്സൺ KJ എന്ന ഈ മകൻ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നു. നാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എൻ്റെ ചങ്കിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, ഇത് എവിടെയോ നടന്ന കാര്യമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞ് ഈ മകൻ നമ്മോട് പറയുമ്പോൾ തൻ്റെ ജീവിത വഴികൾ അതെങ്ങനെയായിരുന്നു. തനിക്ക് പൈസയ്ക്ക് കുറവില്ല, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് താൻ നേടിയെടുത്തു. തനിക്കൊരു ജീവിത മാർഗമായിട്ട് കിട്ടിയ തൻ്റെ ബിസിനസ്, അതായത് തൻ്റെ ഷോപ്പ്, അത് താൻ തലയിലാണ് എടുത്തു വെച്ചുകൊണ്ട് നടന്നിരുന്നത്. അതിനാണ് താൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. ദൈവത്തെ അല്ല താൻ ഹൃദയത്തിൽ കൊണ്ട് നടന്നത്, തൻ്റെ ബിസിനസ്സിനെ ആയിരുന്നു. ആ വ്യക്തി, അതായത് 5 പള്ളി തൻ്റെ ചുറ്റുമുണ്ട് തൻ്റെ വീടിൻ്റെ, പക്ഷേ കുർബാനയൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ മകൻ ഇവിടെ പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു ഓപ്പൺ കൺഫെഷൻ. ഇവിടെ നാണക്കേടോ മാനക്കേടോ ലജ്ജയോ ഒന്നുമില്ല. ചെറുപ്പക്കാരായ ജെയ്സനെ പോലെയുള്ള മക്കൾ എത്രയോ പേര് ഇവിടെ വന്ന് ഇതേപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് ജീവിക്കുന്ന അനുഭവം ഇന്ന് ഈ മകൻ പറയുമ്പോൾ തനിക്ക് ഭൗതികമായിട്ട് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നെല്ലാം ജെയ്സൺ അക്കമിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അല്പസമയം കൂടുതലെടുത്തു. സാക്ഷ്യം ജെയ്സൻ്റേത് അങ്ങനെ ആയതുകൊണ്ടാണ്. അത് സാക്ഷ്യത്തിലുടനീളം ജെയ്സൺ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. താനായിരുന്ന ഒരവസ്ഥയെ ഇവിടെയാണ് സാവൂളിൻ്റെ മാനസാന്തരം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവ് സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് യാത്ര ചെയ്തിരുന്ന സാവൂളിനെ നിലം പതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാവൂൾ ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ ആരാണ്
അങ്ങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന് മറുപടി പറയുന്നു. വീണ്ടും അനനീയാസ് എന്ന് പറയുന്ന പുരോഹിതനോട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നീ ഇന്ന നഗരത്തിൽ പോകണം, അവിടെ നിനക്ക് വേണ്ടി ഒരുത്തൻ കാത്തിരിപ്പുണ്ട്. അനനീയാസ് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവ് മറുപടി പറയുന്നുണ്ട്, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഇതാണ് ഇന്ന് ഇവിടെ ജെയ്സണും പറയാതെ പറയുക. താൻ എങ്ങനെയായിരുന്നു, തന്നെ കർത്താവ് എങ്ങനെ തിരഞ്ഞെടുത്തു, തൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന അതുമൂലം തനിക്ക് ഇവിടെ വരാനുണ്ടായ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെടുന്നത്, ആ നഷ്ടപ്പെട്ട കാശുരൂപം തേടി ആ മകളുടെ നിർബന്ധവും ഈ മകൻ രാത്രിയിൽ പാതിരാത്രിയിൽ പോകുന്നത്, വെളുപ്പിനെ പോകുന്നത്, കാശുരൂപം കാണാത്തപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എത്ര പവനാണെന്ന്. വില കൊടുത്താൽ കിട്ടാത്തതാണത്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനു വേണ്ടി നടക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെയും ഒരു പ്രഘോഷണമാണ്. അവർ അഡ്രസ്സ് കുറിച്ചെടുത്തു എന്നാണ് പറയുക, കലവൂര്, ആലപ്പുഴ, ഇതെവിടെ, ഇവിടെ ഇങ്ങനെയൊക്കെ നടപ്പുണ്ടോ? അതും ഒരു പ്രഘോഷണം. അമ്മ അവിടെ ഈ മക്കളെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ പിന്നീട് താൻ വന്ന് ഉടമ്പടി എടുത്തു, തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഇന്ന് താനും തൻ്റെ വൈഫും പോവുകയാണ് വിദേശത്തേക്ക്. അങ്ങനെ ഇന്ന് ഈശോയെ മഹത്വപ്പെടുത്തി ഈ മകൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ താനായിരുന്ന ഒരു തലത്തിലല്ല. ഇന്നെങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം സാധിച്ചു തരുന്നതെന്ന് ഉറക്കെ ഉച്ചസ്ഥിരം പ്രഘോഷിക്കുകയാണ് ജെയ്സൺ. അതിനൊരു മാറ്റമില്ല എന്നാണ് ജെയ്സൺ പറയുക. ഇതെൻ്റെ ജീവിത സാക്ഷ്യമാണെന്ന് ഈ മകന് ഉറക്കെ പറയുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.